ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ് ഈ ഫുൾ സ്റ്റാക്ക് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റിന് ഇപ്പോഴും ജോലി സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ അത് പഠിച്ചാൽ ജോലി കിട്ടുമോ, ഇപ്പോഴും ട്രെൻഡിങ് ആണോ? കാരണം ഇപ്പോൾ ഒരുപാട് AI പ്ലാറ്റ്ഫോംസ് വന്നിട്ടുണ്ട് വെബ്സൈറ്റിനായാലും വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ ഇപ്പോഴും ജോലി കിട്ടുമോ? ഇതിനിപ്പോഴും ഒരു ഒരു ചാൻസ് ഉണ്ടോ ജോലിക്ക്, അല്ലെങ്കിൽ ഒരു ഹൈ പേയിങ് കരിയർ ആണോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഒരുപാട് ആൾക്കാർക്കുണ്ട്. നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ വളരെ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ കുറച്ച് വെബ് ഡെവലപ്മെന്റ് ഒക്കെ പുഷ് ചെയ്യാൻ നോക്കിയാലും അവർ നോർമലി പറയാതിനിപ്പം ചാൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും, കാരണം ഒരുപാട് ഇപ്പം മെയിൻ സ്റ്റാക്ക് ആണെങ്കിലും പൈത്തൺ ജാങ്കോ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചവർക്കൊക്കെ ജോലി സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ ഒരുപാട് ജോലി അവസരങ്ങളുണ്ടോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഒരുപാട് പേർക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് വെബ് ഡെവലപ്മെന്റിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റിന്റെ സാധ്യതകളെ പറ്റിയും ഒക്കെയാണ്. സോ ദ നെയിം ഈസ് അനന്തകൃഷ്ണൻ. വെൽക്കം ടു മെറ്റഫോറ. സോ നമുക്കപ്പോൾ എന്താണ് ഒരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു വെബ്സൈറ്റ് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആമസോൺ എടുത്തിട്ട് നമ്മൾ ആമസോണിൽ കൂടി ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ആമസോണിൽ കയറുന്നു, നമ്മൾ ആമസോണിൻ്റെ www.amazon.com എന്നുള്ള ആമസോണിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറുന്നു. എന്നിട്ട് നമ്മൾ അതിൽ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രൊഡക്ട്സ് കാണുന്നു, അതിൻ്റെ പ്രൈസ് കാണുന്നു. അത്തരം അതിനെ നമ്മൾ യൂസർ എക്സ്പീരിയൻസ്, നമ്മൾ യൂസർ കാണുന്നതിനെയാണ് നമ്മൾ ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് എൻഡ് എന്ന് പറയാം. ദെൻ അതിൻ്റെ ബാക്ക് എൻഡ് എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു TWS നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സെലക്ട് ചെയ്ത TWS ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ നമുക്ക് സ്ക്രീനിൽ കാണിക്കുക, അതിൻ്റെ പ്രൈസ് കൊണ്ടുവരിക, അത്തരം കാര്യങ്ങൾ, അതിൻ്റെ ആ ഡേറ്റ പ്രോസസ്സ് ചെയ്യുക, അതിനെ സ്റ്റോർ ചെയ്യുക ഡേറ്റാബേസിലേക്ക്, അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ബാക്ക് എൻഡ് എന്ന് പറയാം. ഇത് രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുന്നതിൻ്റെ പേരാണ് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. ഇത് രണ്ടും ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്പറിനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയാം. സോ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്കും എങ്ങനെ ഒരു ഡൗട്ട് വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ടെക്നോളജീസ് പുതിയത് വരുന്നുണ്ട്. ഇപ്പോൾ AML ആയിക്കോട്ടെ, ഡാറ്റാ സയൻസ് ആയിക്കോട്ടെ, ഡെവോപ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ, ബ്ലോക്ക് ചെയിൻ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഒരുപാട് ടെക്നോളജീസ് പുതിയത് വരുവാണ്. അപ്പോൾ ഇതിലോട്ടൊക്കെ ജോലി പോവുമോ, ഫുൾ സ്റ്റാക്കിൻ്റെ ഒരു ജോലി സാധ്യതകൾ കുറഞ്ഞു വരുമോ, ഇത്തരത്തിലുള്ള ഡൗട്ട്സാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് നമ്മളോട് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഡൗട്ട്സ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഇപ്പോൾ ഫ്രണ്ട് എൻഡിൽ ജാവാസ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ Node.js ആയിക്കോട്ടെ. സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. എന്താ നോക്കാം. അതായത് ജാവാസ്ക്രിപ്റ്റ് പൊതുവെ നമ്മൾ ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്നത് വെബ് ഡെവലപ്മെന്റിനാണ്. അതായത് അതിനുവേണ്ടി മാത്രമാണെന്നല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് വെബ് ഡെവലപ്മെന്റിലാണ്. സോ അപ്പോൾ ഈ ഒരു ജാവാസ്ക്രിപ്റ്റിന് ഇത്രയധികം പോപ്പുലാരിറ്റി വരാൻ കാരണം തന്നെ വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്മെന്റ് എന്നുള്ള ഫീൽഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഇനിയിപ്പം ഫ്യൂച്ചറിലാണെങ്കിൽ കൂടി ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ് ഏറ്റവും ടോപ്പ് ലൈനിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാലത്തൊന്നും ജാവാസ്ക്രിപ്റ്റിൻ്റെ ഈ ഒരു ട്രെൻഡ് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. സോ നമുക്ക് ഇപ്പോൾ ഉള്ള സ്റ്റഡീസ് ഒക്കെ നോക്കിയാൽ അറിയാം. കാരണം ഒരു 2030 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ള ഡെവലപ്പേഴ്സിൻ്റെ ഡബിൾ ആവുകയാണ് അന്നേരം നമ്മുടെ വെബ് ഡെവലപ്പേഴ്സിൻ്റെ എണ്ണം. കാരണം ഇപ്പോൾ ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ Web3 ആയിക്കോട്ടെ, ഇതിൽ പറഞ്ഞ ഏത് ടെക്നോളജിക്കും നമുക്ക് ഈ ഒരു വെബ് ഡെവലപ്പറിൽ കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പോവുക. കാരണം നമ്മളിപ്പോൾ ഇതിൽ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അതിനൊരു ഫ്രണ്ട് എൻഡ് എന്തായാലും ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഒരു ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യണം എങ്കിൽ അതിന് വേണ്ടി വരുന്ന ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ തന്നെയാണ്. അല്ലെങ്കിൽ ഇതുവഴി കിട്ടുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ഇത് വെച്ചുള്ള ഡേറ്റാസ് പ്രോസസ്സ് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരിക ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറാണ്. സോ ഒരുപാട് ടെക്നോളജീസ് പുതിയതായിട്ട് വരും തോറും നമുക്ക് ഈ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ വെബ് ഡെവലപ്പേഴ്സിൻ്റെ ആവശ്യം കൂടി വരികയാണ്. അപ്പോൾ എത്രയധികം പുതിയ ടെക്നോളജീസ് വന്നു കഴിഞ്ഞാലും നമ്മളുടെ ഫുൾ സ്റ്റാക്കിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി വരുത്തേ ഉള്ളൂ, അല്ലാണ്ട് ഒരിക്കലും കുറയുകയല്ല. സോ ഏത് ടെക്നോളജിക്കും വെബ് ഡെവലപ്പേഴ്സിന് ആവശ്യമുണ്ട്. സോ ഇനിയിപ്പോൾ ഈ ടെക്നോളജിയൊക്കെ വളർന്നു വരികയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കണ്ണിൽ വെക്കുന്ന ഒരു ഗ്ലാസ്സിൽ കൂടിയാണ് ഇനി ആപ്ലിക്കേഷൻസ് ഒക്കെ വർക്ക് ചെയ്യുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഡാറ്റാസ് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡേറ്റ ഉണ്ട്. ആ ഒരു ഡേറ്റനെ നമ്മൾ പ്രോസസ്സ് ചെയ്യണം. അവിടെ വരുന്നത് നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അവിടെ വേണ്ടി വരുന്നതും ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറിനെ തന്നെയാണ്.
ഇപ്പോൾ ഈ പറയുന്ന പോലെ വിർച്വൽ റിയാലിറ്റി ആയിക്കോട്ടെ, ഓഗ്മെന്റഡ് റിയാലിറ്റി ആയിക്കോട്ടെ, നമ്മൾ ഈ ഫോണിൽ ഇപ്പം ഫേസ്ബുക്കിലും സ്നാപ്ചാറ്റിലൊക്കെ നമ്മൾ ഓരോരോ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നു. നമ്മൾ അത്തരം ഓരോ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെ ഒരു ഇന്റർഫേസ് വരിക ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ത്രൂ ആണ്. സോ എങ്ങനെയാണെങ്കിലും ടെക്നോളജീസ് കൂടി വരുന്തോറും ഈ പറയുന്ന വെബ് ഡെവലപ്പേഴ്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി വരുവാണ്. സോ ഇനിയാണെങ്കിലും സൈബർ സെക്യൂരിറ്റി മീൻസ് നമ്മുടെ ഡാറ്റാസിനെയൊക്കെ സെക്യൂർ ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ. അവിടെയാണെങ്കിലും നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വെബ്സൈറ്റിന്റെ ആ ഒരു വെബ്സൈറ്റിന്റെ സെക്യൂർ ആക്കുക, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റാ ബേസിനെ സെക്യൂർ ആക്കുക, അവിടെയും വേണ്ടി വരിക ഒരു വെബ് ഡെവലപ്പറിനെ തന്നെയാണ്. ആ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുക, പ്രോസസ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ വീണ്ടും ചെയ്യുക ഒരു വെബ് ഡെവലപ്പറാണ്. സോ അപ്പോൾ ഇനി എത്ര പുതിയ ടെക്നോളജി വന്നോട്ടെ അവിടെ എല്ലാം ആവശ്യം ഒരു ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിൻ്റെ ആണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഡെവലപ്പേഴ്സിൻ്റെ എണ്ണം ഇപ്പോൾ കൂടി വരുവാണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു വെബ് ഡെവലപ്മെൻറ്റ് ചൂസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കാണെങ്കിലും വെബ് ഡെവലപ്മെൻറ്റ് ധൈര്യമായിട്ട് എടുത്തോ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടി വരുവാണ്. അപ്പോൾ ഇനി എത്ര പുതിയ ടെക്നോളജീസ് വന്നോട്ടെ അവിടെ എല്ലാം ഒരു വെബ് ഡെവലപ്പറിന്റെ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ ആവശ്യം കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇത്തരം ഡെവലപ്പേഴ്സിന്റെ എണ്ണം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരം ഡൗട്ട്സ് ഉള്ളവർക്കൊക്കെ ആയിക്കോട്ടെ, വെബ് ഡെവലപ്മെന്റ് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. സോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ML AI ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ അവർക്കറിയാൻ പറ്റും നമ്മളതിൻ്റെ കോർ കാര്യങ്ങളൊന്നും പഠിക്കാതെ തന്നെ ML AI ഒക്കെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ChatGPT. ഇപ്പം ChatGPTയിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ തരുന്ന രീതിയിലുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ API എടുത്തിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അതുപോലത്തെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ബിൽഡ് ചെയ്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും ഇപ്പോൾ ChatGPT വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുക, അതിനൊരു തിരിച്ച് റിപ്ലൈ ചെയ്യുന്ന രീതിയിൽ ആ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ അതിലൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡ് ചെയ്ത സാധനം, ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തു, ChatGPT അതിൽ ഏത് അൽഗോരിതമാണ് യൂസ് ചെയ്തത്, എന്താണ് യൂസ് ചെയ്തതെന്ന് പോലും എനിക്കൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഞാൻ ഒരു ഐഡിയയും ഇല്ലാണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റി. അപ്പം ഫ്യൂച്ചറിലാണെങ്കിൽ പോലും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ബിൽഡ് ചെയ്യുക, അതിൻ്റെ API എടുത്തിട്ട് മറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡ് ചെയ്യുക. അപ്പോൾ ഡെവലപ്പേഴ്സ് മീൻസ് നമ്മളെപ്പോലെ തന്നെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് ബിൽഡ് ചെയ്യുക, ആ ഒരു ഫീൽഡിലുള്ളവർ തന്നെ ബിൽഡ് ചെയ്യുക. അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഫ്യൂച്ചറിൽ ഒരുപാട് ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ AI/ML വർക്ക് ചെയ്യുന്നവരുണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ്റെ അൽഗോരിതം എന്താണ്, എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്തത് എന്ന് പോലും അറിയാതെ എനിക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ചെയ്തു നോക്കി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാതെ തന്നെ ഞാൻ അതിൻ്റെ ഒരു API എടുത്തു, അത് വെച്ചിട്ടൊരു ആപ്ലിക്കേഷൻ ChatGPT തന്നെ ബിൽഡ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഈ API ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ API ഒരു ഷെയർ ചെയ്യും. നമ്മളപ്പോൾ ആ API വെച്ചിട്ട് തന്നെ ഡെവലപ്പേഴ്സ് പുതിയ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ജസ്റ്റ് അത് ബിൽഡ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂസ് ചെയ്യേണ്ടി വരിക എപ്പോഴും ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എത്ര വലിയ AI ടെക്നോളജീസ് വന്നാലും, എന്തൊക്കെ ടെക്നോളജീസ് വന്നാലും, ഫ്യൂച്ചറിൽ എന്തൊക്കെ ടെക്നോളജീസ് മാറി വന്നാലും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിൻ്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടി വരത്തേ ഉള്ളൂ. അതായത് എന്ത് ചെയ്യണമെങ്കിലും അതിനൊരു ഫ്രണ്ട് എൻഡ് ആവശ്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റാ ബേസ് വേണം, അത് ഡേറ്റാസ് പ്രോസസ്സ് ചെയ്യണം, അതിനെല്ലാം ഒരു ബാക്ക് എൻഡ് ആവശ്യമാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. അപ്പോൾ ഫുൾ സ്റ്റാക്ക് എന്നുള്ളത് ഒരിക്കലും ഫ്യൂച്ചറിൽ ജോലി സാധ്യത കുറയുന്ന ഒരു മേഖലയല്ല, ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അപ്പോൾ നിങ്ങൾ ഫുൾ സ്റ്റാക്ക് നോക്കുന്നവരാണെങ്കിൽ നമുക്ക് ഫുൾ സ്റ്റാക്കിൻ്റെ കോഴ്സസ് വരുന്നുണ്ട്. നമ്മൾ മെയിൻ സ്റ്റാക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ പൈത്തൺ ജാങ്കോ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കോഴ്സസ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.